തിരശീലയ്ക്ക് പിന്നിൽ അണിയറക്കാർ പോലും പ്രതീക്ഷിക്കാത്ത അതിഭയങ്കര നാടകങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് ചരിത്രത്തിലാദ്യമായി 3 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയവുമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നേറുമ്പോഴാണ് ആ വിജയത്തിൻ്റെ മാറ്റുകുറച്ചുകൊണ്ട് കോടികളുടെ വൻ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത് വെറുമൊരു സാധാരണ രാഷ്ട്രീയ വിവാദമല്ല. ഇതിന് പിന്നിലൊരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന ചില രഹസ്യ നീക്കങ്ങളും തന്ത്രങ്ങളുമുണ്ട്. എല്ലാം തുടങ്ങിയത് അർദ്ധരാത്രിയിൽ ഒരു രഹസ്യ ചർച്ചയിൽ നിന്നാണ്. വെട്ടിച്ച പണം തിരികെ നൽകണമെന്ന പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാവിൻ്റെ കർശനമായ ശാസനയ്ക്ക് മുന്നിൽ ആരോപണ വിധേയനായ വ്യക്തി ഉയർത്തിയത് ആരെയും ഞെട്ടിക്കുന്നൊരു ഭീഷണിയായിരുന്നു. താൻ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി കേട്ടു ഭയന്ന നേതൃത്വം കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ ഒരു പ്രമുഖ നേതാവിനെ ഇയാളുടെ വീട്ടിലേക്ക് ദൂതനായി അയച്ചു. എന്നാൽ അവിടെ എത്തിയ നേതാവ് കണ്ടത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളുടെ ഭാവമായിരുന്നില്ല, മറിച്ച് വളരെ ശാന്തമായി ഭക്ഷണം കഴിച്ചിരുന്നൊരു രൂപമായിരുന്നു. ആത്മഹത്യാ നാടകമെന്ന സമ്മർദ്ദ തന്ത്രത്തിലൂടെ സ്വന്തം സാമ്പത്തിക ക്രമക്കേടുകളെ മൂടിവെക്കാനുള്ള ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ മാത്രമായിരുന്നു അത്. പക്ഷേ ആ നാടകത്തിനും അപ്പുറം വൻ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ കണ്ണുകൾ നീളുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്നും കടത്തിയ തുക എങ്ങോട്ടാണ് ഒഴുകിയത് എന്നുള്ളതാണ് ചോദ്യം. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പായിപ്പാട് വഴി വീയപുരത്തേക്ക് പോകുമ്പോൾ കിഴക്കുഭാഗത്തായി പ്രവർത്തിക്കുന്ന ഒരു സ്വർണ്ണപ്പണയ സ്ഥാപനവും അതിനൊപ്പം ബിനാമിയായി പ്രവർത്തിക്കുന്ന ഒരു നിധി ബാങ്കുമാണ് ഇപ്പോൾ സംശയ നിഴലിൽ ഉള്ളത്. ഇത്രയും വലിയൊരു തുക നിയമവിരുദ്ധമായി എങ്ങനെ എവിടെ എത്തി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് അണിയറക്കാർ. ഇതിനും പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണമായും തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിരുന്ന ഒരു പ്രമുഖ തിരുമ്മൽ കേന്ദ്രത്തിലെ പ്രധാനിക്കും ഈ കോടികളുടെ ഇടപാടിൽ കൃത്യമായ പങ്കുണ്ടെന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും വിതരണത്തിനായി തികച്ചും സൗജന്യമായി ലഭിച്ച BJPയുടെ പ്രചരണ വസ്തുക്കൾ താഴെത്തട്ടിലേക്ക് വലിയ വിലയ്ക്ക് മറച്ചുവിറ്റ വൻ സാമ്പത്തിക ക്രമക്കേടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കരാറിൽ ഉറപ്പിച്ച ഹെലികോപ്റ്ററുകൾ യഥാർത്ഥത്തിൽ പറന്ന സമയവും കണക്കിൽ കാണിച്ച സമയവും തമ്മിൽ അജഗജാന്തരമാണ് വ്യത്യാസം. വ്യാജ ട്രിപ്പ് ഷീറ്റുകൾ തയ്യാറാക്കി കാറുകളുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെയാണ് 500ന്റെ നോട്ടുകെട്ടുകളായി സെൽഫി എടുത്ത സോഷ്യൽ മീഡിയ ഭാരവാഹിയുടെ ചിത്രം അണികൾക്കിടയിൽ കടുത്ത രോഷമുണ്ടാക്കിയത്. ഈ സംഭവങ്ങളിൽ BJP എന്ന പാർട്ടി നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും 3 പ്രമുഖ നേതാക്കളെ ചുമതലകളിൽ നിന്നും രഹസ്യമായി മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ട്രഷററും അടങ്ങുന്ന സമിതിയാണ് നിലവിൽ ഈ 12 കോടിയോളം രൂപയുടെ വൻ അഴിമതിയെക്കുറിച്ച് പഠിക്കുന്നത്. വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തോടെ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. അർഹതപ്പെട്ട വിജയത്തിൻ്റെ ശോഭ കെടുത്തിയ ഈ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്ര നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ്. ഡൽഹിയിൽ തയ്യാറായ രഹസ്യ പട്ടികയിൽ ഇനിയും ആരുടെയൊക്കെ പേരുകൾ ഉണ്ടാകുമെന്ന ഭയത്തോടെ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ നേതാക്കൾ ഇപ്പോൾ കേന്ദ്രത്തെ സ്വാധീനിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. വലിയൊരു അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് BJPയിലെ കനത്ത രാഷ്ട്രീയ മാറ്റങ്ങളായിരിക്കും.